നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. അർത്ഥശാസ്ത്രമിദം പുണ്യം ധർമ്മശാസ്ത്രമിദം പരം മോക്ഷശാസ്ത്രമിദം പ്രോക്തം വ്യാസേനാമിതബുദ്ധിനാ. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് സാവിത്രി അവിടെ ഇരിക്കുന്ന അവസരത്തിൽ സാവിത്രിയുടെ മുന്നിൽ ഒരു വലിയ രൂപം പ്രത്യക്ഷപ്പെടുകയാണ്. മുഹൂർത്താദേവ ചാപശ്യത് പുരുഷം രക്തവാസസം ബദ്ധമൗലിം വപുഷ്പന്തം ആദിത്യ സമതേജസം. ഒരു വലിയ രൂപം. അദ്ദേഹം ചുവന്നു തുടുത്തതായ വസ്ത്രം ധരിച്ചിരിക്കുന്നു. ഒരു മുഹൂർത്തത്തിനുള്ളിലാണ് അങ്ങനെ ആ സത്യവാൻ അവിടെ തലവേദനയായി കിടന്ന് ഒരു മുഹൂർത്തം തികയുന്നതിന് മുമ്പാണ് ആ ആള് പ്രത്യക്ഷപ്പെടുന്നത്. തല ഭംഗിയായിട്ട് കെട്ടിവച്ചിട്ടുണ്ട്, അതിൽ കിരീടം ധരിച്ചിട്ടുണ്ട്, കറുത്ത നിറമാണ് ശരീരത്തിന്, നല്ല തേജസ്സാണ്, ആദിത്യനെ പോലെ ശോഭിക്കുന്നു. കണ്ണുകളാണെങ്കിൽ ചുവന്നു തൊടുത്തിട്ട് രക്താക്ഷം ചുവന്നു തൊടുത്തിട്ടുള്ളതായ കണ്ണുകളാണ്. അത് കാണുമ്പോൾ തന്നെ ആർക്കും ഭയമുണ്ടാകും. പാശഹസ്തം ഭയാവഹം, കയ്യിൽ ഒരു കയറുണ്ട്. ആർക്കും ഭയം തോന്നിക്കുന്നതായിട്ടുള്ള രൂപം. ആ ആള് പെട്ടെന്ന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. സ്ഥിതം സത്യവത പാർശ്വേ നിരീക്ഷന്തം തമേവച്ച. സത്യവാന്റെ സമീപത്ത് വന്ന് നിന്നു ആ രൂപം. എന്നിട്ട് വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് സത്യവാനെ നോക്കി നിൽക്കുകയാണ് അദ്ദേഹം. ആ ആളിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സാവിത്രിക്ക് നാരദന്റെ വാക്കനുസരിച്ച് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലായി. സാവിത്രി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ തം ദൃഷ്ട്വാ സഹസോദ്ധായ ഭർത്തുർന്യസ്യ ശനൈശിരഃ. സാവിത്രിയുടെ മടിയിലാണ് ഭർത്താവായ സത്യവാനന്റെ ശിരസ്. ആ ശിരസിനെ മെല്ലെ ഉയർത്തി തറയിലേക്ക് മെല്ലെ വച്ചിട്ട് ആ ആള് എത്തിയ മാത്രയിലാണ് അങ്ങനെ ചെയ്യുന്നത്. ആ ആളിന്റെ മുന്നിൽ സാവിത്രി എണീറ്റ് നിന്നു. എന്നിട്ട് കൃതാഞ്ജലി രുവാചാർത്ത ഹൃദയേന പ്രവേപതി. കൈകൂപ്പിക്കൊണ്ട് മനസ്സ് ഭയങ്കരമായിട്ട് വിറവുകൊണ്ടുകൊണ്ട് സാവിത്രി ഇങ്ങനെ അപരിചിതനായിരിക്കുന്ന ആ ആളിനോട് ചോദിച്ചു, ദൈവതം ത്വാം അഭിജാനാമി. അങ്ങയുടെ രൂപം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു ദേവൻ തന്നെയാണ് എന്ന്. മനുഷ്യർക്ക് ഈ പ്രകാരത്തിലുള്ളതായ രൂപം ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ഈശ്വരൻ തന്നെയാണ് മുമ്പിൽ വന്നിരിക്കുന്നത് എന്നെനിക്ക് തോന്നുന്നു. വപുരേത അമാനുഷം. അങ്ങേ ഈ കാണുന്നതായ ശരീരം അത് മനുഷ്യ സാധാരണമല്ല, ഈ ഭൂമിയിൽ സാധാരണവുമല്ല. അലൗകികമായ രൂപത്തോടു കൂടിയാണ് അങ്ങിവിടെ കാണപ്പെടുന്നത്. അങ്ങനെ അമാനുഷമായ രൂപമാണിത്. അതുകൊണ്ട് ഞാൻ അങ്ങയോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു, കാമയാ ബ്രൂഹി ദേവേശ കസ്ത്വം കിംച ചികീർഷസി. അല്ലയോ ദേവേശ, ദേവന്മാർക്കും ഈശനായിട്ടുള്ളവനെ, അങ്ങയ്ക്ക് എന്നോട് എൻ്റെ ഈ ചോദ്യത്തിന് മറുപടി പറയുന്നത് യുക്തം എന്ന് തോന്നുകയാണെങ്കിൽ അങ്ങ് എന്നോട് പറയുക, അങ്ങ് ആരാണ്? കസ്ത്വം, അങ്ങ് ആരാണ് എന്ന് മാത്രമല്ല, അങ്ങയെപ്പോലുള്ള ഒരു മഹാപുരുഷൻ ഇവിടെ ഈ കാനനത്തിൽ എൻ്റെയും എൻ്റെ ഭർത്താവിൻ്റെയും സമീപത്തേക്ക് എത്തിച്ചേരുക എന്ന് പറഞ്ഞാൽ അത് അസാധാരണമാണ്. അപ്പോൾ എന്തോ പ്രത്യേക ലക്ഷ്യം അങ്ങയുടെ മനസ്സിലുണ്ട് എന്നർത്ഥം. അങ്ങ് എന്താണ് ആഗ്രഹിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് എന്ന് സാവിത്രി ആ ആളിനോട് ചോദിച്ചു. സാവിത്രിയുടെ മനസ്സിൽ ഏതാണ്ട് നിശ്ചയമുണ്ട് ഇത് യമധർമ്മൻ തന്നെയാണ് എന്ന്. എങ്കിലും
അദ്ദേഹം തന്നെ പറയണമല്ലോ. വളരെയേറെ തപസ്സിൻ്റെ ഉടമയാണ് സാവിത്രി. അതുകൊണ്ടാണ് യമധർമ്മനെ കാണാൻ കഴിഞ്ഞത്. ഇല്ലെങ്കിൽ ആ പ്രകാരത്തിൽ യമധർമ്മനെ കാണാനാവില്ല. യമധർമ്മൻ സാവിത്രിയോട് പറഞ്ഞു, പതിവ്രതാസി സാവിത്രി തഥൈവ ച തപോന്വിത. അല്ലയോ സാവിത്രി, നീ പതിവ്രതയാണ്. അത് വലിയൊരു തപസ്സാണ്. പോരാത്തതിന് നീ ജീവിതത്തിൽ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തന്നിരിക്കുന്നതായ ബഹുവിധങ്ങളായിട്ടുള്ള തപസ്സുകൾ വളരെ ശ്രദ്ധയോടുകൂടിയിട്ട് നിർവഹിക്കുന്നവളുമാണ്. അതുകൊണ്ട് എനിക്ക് നിന്നിൽ സന്തോഷമുണ്ട്. വേറൊരാളുടെ മുന്നിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രത്യക്ഷപ്പെടില്ല. അതുകൊണ്ട് മാത്രമാണ് നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് എന്ന് മാത്രമല്ല, അതസ്ത്വാം അഭിഭാഷാമി വിദ്ധിമാം ത്വം ശുഭേയമം. അതുകൊണ്ട് നിന്റെ ഈ തപസ് എന്നെ സന്തോഷിപ്പിക്കുന്നു. അതിനാൽ അതിനെ ബഹുമാനിച്ചുകൊണ്ട്, തപസ്സിനെ ആദരിച്ചുകൊണ്ട് ഞാനിതാ നിന്നോട് സംസാരിക്കുകയാണ്. ഇല്ലെങ്കിൽ സംസാരിക്കുമായിരുന്നില്ല. ഞാനിതാ നിന്നോട് നിന്റെ ചോദ്യത്തിന് മറുപടി പറയുന്നു. അല്ലയോ ശുഭേ, നീ എന്നെ മനസ്സിലാക്കിക്കൊള്ളൂ. ഞാൻ യമധർമ്മനാണ്. ഈ ലോകത്തിലെ എല്ലാ ജീവരാശികളും ഭയക്കുന്നത് യമധർമ്മനെയാണ്, കാലനെയാണ്. ആർക്കും തന്നെ കാലനെ കൺമുന്നിൽ കാണുന്നത് ഇഷ്ടമേ അല്ല, അങ്ങേറ്റം ഭയമാണ്. ആ കാലനാണ് സാവിത്രിയുടെ മുന്നിൽ വന്നു നിൽക്കുന്നത്. ആ യമധർമ്മനെ തൻ്റെ ഭർത്താവിൻ്റെ ജീവന് വേണ്ടിയിട്ട് അഭിമുഖീകരിക്കുവാനുള്ളതായ കരുത്ത് തപസ്സുകൊണ്ട് സാവിത്രി നേടിക്കഴിഞ്ഞിരിക്കുന്നു. അതാണ് സാവിത്രിയുടെ മനസ്സിൻ്റെ ശുദ്ധിയും അതേപോലെ തന്നെ മനസ്സിൻ്റെ ധൈര്യവും ധൃതിയും ശൗചവും. എന്നിട്ട് സാവിത്രിയോട് പറഞ്ഞു, എന്തിനു വേണ്ടിയിട്ടാണ് വന്നത് എന്നുള്ള കാരണം പറഞ്ഞു കേൾപ്പിക്കാണ്. അയം തേ സത്യവാൻ ഭർത്ത ക്ഷീണായു പാർത്ഥിവാത്മജ. ഇത് നിന്റെ ഭർത്താവ് സത്യവാൻ എന്ന പേര്. അദ്ദേഹം രാജാവിൻ്റെ മകനാണ്, അതിനാൽ രാജകുമാരനാണ്. അങ്ങനെയുള്ള ഇദ്ദേഹം ക്ഷീണായുസ്സാണ്, ആയുസ് നന്നേ ക്ഷയിച്ചു പോയവനാണ്. ഈ ഭൂമിയിലെ ഓരോ മനുഷ്യനും ഓരോ ജീവിക്കും ജീവിച്ചിരിക്കാൻ, ജീവനോടുകൂടിയിരിക്കാൻ, പ്രവർത്തിക്കാൻ ഒരു പ്രത്യേക സമയം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് വിധിയാൽ. ആ സമയത്തിനാണ് ആയുസ് എന്ന് പറയുക. ആ സമയം മാത്രമേ, അത്രയും സമയം മാത്രമേ ശരീരം നിലനിൽക്കൂ. ആ ആയുസ് കഴിയുമ്പോഴോ ശരീരം കാലഗതിയെ പ്രാപിക്കും. കാലത്തിൻ്റെ ഗതി അതുതന്നെ. കാലം എപ്പോഴാണോ, കാലം നിരന്തരം പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു. കാലം ഒരിക്കലും നിശ്ചലമല്ല. ആ കാലം അനുവദിച്ചിരിക്കുന്നതായ മുഹൂർത്തത്തിൽ, ആ പ്രവാഹത്തിനിടയ്ക്ക് ശരീരം ആവിർഭവിക്കുന്നു. കാലപ്രവാഹത്തിനനുസരിച്ചിട്ട് ശരീരം പരിണമിക്കുന്നു. എന്നിട്ട് ആയുസ് എത്രയാണോ വിധിയാൽ നൽകപ്പെട്ടിരിക്കുന്നത് അത്രയും ആകുമ്പോഴേക്കും ആ കാലത്തിൽ തന്നെ ഈ ശരീരം ലയിക്കുകയും ചെയ്യുന്നു. അതാണ് സത്യവാൻ ക്ഷീണായുസ്സാണ്. അതുകൊണ്ട് സത്യവാനെ യമപുരിയിലേക്ക് കൊണ്ടുപോകണം. നേഷ്യാമി തമഹം ബദ്ധ്വ വിദ്ധ്യേതന്മേ ചികീർഷിതം. ഈ സത്യവാനെ ബന്ധിച്ചിട്ട് ഞാൻ യമപുരിയിലേക്ക് കൊണ്ടുപോകാൻ പുറപ്പെട്ടിരിക്കുകയാണ്. ഇതാണ് എൻ്റെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ സമയത്ത് വന്നു ചേർന്നത്. തൻ്റെ ലക്ഷ്യവും താൻ ആരാണെന്നും സാവിത്രിയോട് യമധർമ്മൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാവിത്രി യമധർമ്മനോട് ചോദിക്കാൻ, തപസ്സുകൊണ്ട് സാവിത്രി അതിനു വേണ്ടുന്നതായ ബലം നന്നായി വളർത്തിക്കഴിഞ്ഞിരിക്കുന്നു. സാധാരണ ധൈര്യം പോരാ. ഇത് അമാനുഷമായ അലൗകികമായ ധൈര്യം വേണം. അത് തപസ്സുകൊണ്ടേ നേടാൻ പറ്റൂ. സാവിത്രി അത് നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ഏതൊരു അവസ്ഥയെയും അഭിമുഖീകരിക്കാനുള്ള തൻ്റെ ഇടം, ധൈര്യം സാവിത്രി നേടിക്കഴിഞ്ഞിരിക്കുന്നു. മനസ്സിൻ്റെ ശുദ്ധിയാണ് ഭർത്താവിനോട് ഇത്രയേറെ പ്രിയത സാവിത്രിയുടെ ഹൃദയത്തിൽ ഉളവാക്കിയത്. അതുമൂലം ഭർത്താവിന് വേണ്ടി കാലനെപ്പോലും അഭിമുഖീകരിക്കാനുള്ള തൻ്റെ ഇടം നേടിക്കഴിഞ്ഞിരിക്കുന്നു.
അതുകൊണ്ടാണ് സാവിത്രി ചോദിക്കുന്നത്, ശ്രൂയത്തെ ഭഗവാൻ ദൂതാഹ തവ ആഗച്ഛന്തി മാനവാൻ. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിഹാസ പുരാണങ്ങളിൽ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് മാത്രമല്ല മറ്റനേകം ആളുകളും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. സമയമാകുമ്പോൾ യമധർമ്മൻ്റെ ദൂതന്മാരാണ് സാധാരണയായിട്ട് മനുഷ്യരുടെ ജീവനെ കൂട്ടിക്കൊണ്ടുപോകാനായി എത്തിച്ചേരുക. യമധർമ്മൻ വരില്ല, അദ്ദേഹം യമപുരിയിലേ ഇരിക്കുള്ളൂ. ദൂതന്മാർ വരും, കൊണ്ടുപോകും. അങ്ങനെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ അങ്ങ് തന്നെ നേരിട്ട് വന്നിരിക്കുന്നു. നേതുങ്കില ഭവാൻ കസ്മാത് ആഗതോസി സ്വയം പ്രഭോ. അല്ലയോ ദേവ, അങ്ങ് സ്വയം നേരിട്ട് സത്യവാനെ കൊണ്ടുപോകാനായിട്ട് ഇതാ വന്നു ചേർന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങ് തന്നെ ഇങ്ങോട്ട് വന്നത്, ദൂതനെ അയക്കാതെ? സാവിത്രി ചോദിക്കാൻ. സാവിത്രിയുടെ ധൈര്യവും ബുദ്ധിശക്തിയും ഹൃദയശുദ്ധിയും എല്ലാം ഈ ചോദ്യത്തിനകത്ത് പ്രകടമാണ്. അപ്പോഴേക്കും യമധർമ്മൻ പറഞ്ഞു, അയം ച ധർമ്മസംയുക്തോ രൂപവാൻ ഗുണസാഗര. ഈ സത്യവാനുണ്ടല്ലോ മറ്റു മനുഷ്യരെ പോലെയല്ല, വളരെയേറെ മഹനീയമായ ഗുണങ്ങൾ ഉള്ളവനാണ്, ധർമ്മസംയുക്തനാണ്. ധർമ്മം എന്നുള്ളതായ പുരുഷാർത്ഥം അത് തൻ്റെ ജീവിതം കൊണ്ട്, തപസ്സുകൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രവൃത്തി കൊണ്ട് നേടിയിട്ടുള്ളയാളാണ്. തൻ്റെ സേവനങ്ങൾ കൊണ്ട് ധർമ്മം ഏറെ ആർജിച്ചിട്ടുള്ളയാളാണ്. ധർമാത്മാവാണ് ഈ സത്യവാൻ. അതോടൊപ്പം തന്നെ രൂപവാനാണ്, അങ്ങേയറ്റം സുന്ദരനാണ്. ശരീരം പരിപൂർണമായിട്ടും കടഞ്ഞെടുത്തതുപോലെ യാതൊരു ദോഷവും ഒരു അംഗത്തിനുമില്ല. അങ്ങനെയുള്ളയാളാണ് ഈ സത്യവാൻ. അത് ഓരോരുത്തരുടെയും കർമ്മ ബാധ്യതയെ വ്യക്തമാക്കി കാണിക്കുന്നതാണ്. ഓരോരുത്തരുടെയും രൂപവും അതേപോലെ തന്നെ നടത്തയും പ്രവൃത്തികളും ഒക്കെ കർമ്മസ്വഭാവത്തെ കാണിക്കുന്നു. ഗുണസാഗര, അഭിലഷണീയമായ സദ്ഗുണങ്ങളുടെ മഹാസമുദ്രമാണ് ഈ സത്യവാൻ. അതുകൊണ്ട് നാർഹോ മത് പുരുഷൈർനേതും അതോസ്മി സ്വയമാഗത. എൻ്റെ ജോലിക്കാർ, എൻ്റെ കിങ്കരന്മാർ, അവർ വന്ന് കൂട്ടിക്കൊണ്ട് പോയാൽ പോരാ. കാരണം സത്യവാൻ എത്രയോ ഉയർന്ന തലങ്ങളിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ദൂതന്മാരെ അയക്കാതെ ഞാൻ തന്നെ ഇങ്ങോട്ട് നേരിട്ട് വന്നത് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, തത സത്യവതക്കായാത് പാശബദ്ധം വശങ്കതം അങ്കുഷ്ടമാത്രം പുരുഷം നിശ്ചകർഷയമോ ബലാത്. ഇത്രയും പറഞ്ഞിട്ട് ഉടനെ തന്നെ അദ്ദേഹം പ്രവൃത്തിയിലേക്ക് കടക്കുകയാണ്. അദ്ദേഹം എന്ത് ചെയ്തു, സത്യവാന്റെ ഉള്ളിൽ നിന്ന്, അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മ ശരീരത്തിനുള്ളിൽ നിന്ന്, സ്ഥൂല ശരീരമാണ് നാം കണ്ണുകൊണ്ട് കാണുക, അതിൻ്റെ ഉള്ളിൽ സൂക്ഷ്മ ശരീരം, അവിടെ നിന്നിട്ട് കായാതെ ആ ശരീരത്തിൽ നിന്നിട്ട് നമ്മുടെ പെരുവിരലിൻ്റെ മാത്രം വലിപ്പമുള്ളതായ പുരുഷനെ, ജീവാത്മാവിനെ, ഇതെല്ലാം ഉപനിഷത്തിലെ വാക്കുകളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. അങ്കുഷ്ടമാത്ര പുരുഷ എന്നൊക്കെയുള്ള ആ വാക്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ഇതെല്ലാം ഇതിഹാസ പുരാണങ്ങൾ വേദത്തെ നമ്മുടെ മുന്നിൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. വലിയ താർക്കികമായിരിക്കുന്ന, അതേപോലെ തന്നെ യോഗ സിദ്ധി കൊണ്ട് അനുഭവവേദ്യമായിരിക്കുന്ന അർത്ഥമണ്ഡലങ്ങൾ ഇത്തരം പ്രയോഗങ്ങളിൽ എല്ലാമുണ്ട്. അങ്ങനെ അങ്കുഷ്ടത്തിൻ്റെ, പെരുവിരലിൻ്റെ വലിപ്പം മാത്രമുള്ളതായ ആ ജീവാത്മാവിനെ തൻ്റെ കയ്യിലിരിക്കുന്നതായ പാശം കൊണ്ട് യമൻ ബലമായി കെട്ടിയിട്ട് ആ ശരീരത്തിൽ നിന്നിട്ട് അതിനെ പുറത്താക്കി. എന്നിട്ട് പ്രയാതോ ദക്ഷിണാമുഖ, അദ്ദേഹം വളരെ വേഗത്തിൽ യാത്രയാവുകയായി. അവിടെ നിന്നിട്ട് തെക്കേ ദിക്ക് നോക്കിയിട്ട്. സാവിത്രിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ സാവിത്രി വിട്ടില്ല. സാവിത്രി എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ, സാവിത്രി ജൈവ ദുഃഖാർത്ഥ യമമേവ അന്വഗച്ഛത. അവിടെ കരഞ്ഞു വിളിച്ച് നിലത്ത് കിടക്കാതെ സാവിത്രി എന്ത് ചെയ്തു, തൻ്റെ ഇടത്തോടുകൂടി ആ യമനോടൊപ്പം, യമൻ എത്ര വേഗത്തിൽ പോയോ ദക്ഷിണ ദിക്കിലേക്ക്, അതേ വേഗത്തിൽ. അത്യധികം ദുഃഖം ഹൃദയത്തിൻ്റെ ഉള്ളിലുണ്ട്, ദുഃഖം ഇളകി മറിയുന്നുണ്ട്. എങ്കിലും
അതുകൊണ്ട് തളർന്നു പോകാതെ അവൾ അതേ വേഗത്തിൽ കൂടെ ചെന്നു. എന്തുകൊണ്ടെന്നാൽ നിയമവ്രത സംസിദ്ധ മഹാഭാഗ പതിവ്രത, ഇതൊക്കെയാണ് അവളുടെ ആ ബലത്തിന് കാരണം. അവൾ പതിവ്രതയാണ്, വളരെ ഉദാത്തമായിരിക്കുന്ന തപസ്സാണത്. മഹാഭാഗ്യശാലിനിയാണവൾ. മുജ്ജന്മങ്ങളിൽ ചെയ്തിട്ടുള്ളതായ പുണ്യമയമായ കർമ്മങ്ങളുടെ ആധിക്യം മൂലം മഹാഭാഗ്യശാലിനിയാണ് അവൾ. ഈ ജന്മത്തിലും ചെയ്തിട്ടുള്ളതായ പുണ്യകർമ്മങ്ങൾ അതേ രീതിയിൽ ഭാഗ്യത്തിന് കാരണമായി നിൽക്കുന്നു എന്ന് മാത്രമല്ല, യമവും നിയമവും വ്രതങ്ങളും, വൈവിധ്യമാർന്ന വ്രതങ്ങൾ, ഇവയെല്ലാം കൊണ്ട് സംസിദ്ധിയെ അവ കൊണ്ട് നേടേണ്ടതെന്തോ അതിനു മുഴുവൻ ഭംഗിയായി നേടിയവളാണവൾ. അതുകൊണ്ട് അവൾക്കത് സാധിച്ചു. ഇല്ലെങ്കിൽ യമന്റെ പിന്നാലെ ചെല്ലാൻ പറ്റൂല. യമനെ കാണുക പോലും സാധ്യമല്ല. യമനോട് സംസാരിക്കുക പിന്നെ ഒട്ടുമേ സാധ്യമല്ല. യമന്റെ പിന്നാലെ ചെല്ലുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയുന്ന കാര്യമല്ല. പക്ഷെ ഇത്രയേറെ തപസ്സുള്ളതുകൊണ്ട് സാവിത്രിക്ക് അത് സാധിച്ചു. അപ്പോഴാണ് യമൻ ശ്രദ്ധിച്ചത്. സാവിത്രി തന്നോടൊപ്പം വരുന്നു. അങ്ങനെ വരും എന്ന് യമനും കരുതിയില്ല. സാവിത്രി ഗുണവതിയാണ്, അതുകൊണ്ടാണ് യമൻ സംസാരിച്ചത്. പക്ഷേ ഇങ്ങനെ തന്നോടൊപ്പം വരില്ല എന്ന്. എങ്ങോട്ടാ? യമപുരി, ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത ഇടം. എത്ര നിർബന്ധിച്ചാലും ആരും അങ്ങോട്ട് പോവില്ല. യമന്റെ ദൂതന്മാരെ നിർബന്ധപൂർവകമായിട്ടാണ് ജീവനെ പിടിച്ചു കെട്ടി കൊണ്ടുപോവുക. എന്നാലും പോകാതിരിക്കാൻ നോക്കും. പക്ഷെ പോകാതിരിക്കാൻ പറ്റുന്നില്ല, കൊണ്ടുപോകപ്പെടുകയാണ്. സാവിത്രിയാകട്ടെ യമനോടൊപ്പം അതേ വേഗത്തിൽ പാഞ്ഞു ചെല്ലുകയാണ്, അത്യധികം ദുഃഖിതയായിട്ട്. അതുകൊണ്ട് യമൻ സാവിത്രിയെ വാക്കുകൾ കൊണ്ട് തടയുക. നിവർത്ത ഗച്ഛ സാവിത്രി കുരുഷ്വ അസ്യ ഊർധ്വദേഹികം. അല്ലയോ സാവിത്രി, നീ തിരിച്ചു പോവുക, എൻ്റെ പുറകെ വരരുത്, ഒരിക്കലും വരാൻ പാടില്ല. നീ തിരിച്ചു പോകണം, വീട്ടിലേക്ക് തിരിച്ചു പോകണം, ആശ്രമത്തിലേക്ക് തിരിച്ചു പോകണം. ആശ്രമത്തിൽ ചെന്ന് സത്യവാൻ എന്താണ് സംഭവിച്ചത് എന്ന് അവരോട് പറയണം. എന്നിട്ട് മരിച്ചുപോയ സത്യവാന് മരണാനന്തരം ചെയ്യേണ്ടതായ കർമ്മങ്ങളുണ്ടല്ലോ, ശരീരത്തെ ദഹിപ്പിക്കുക തുടങ്ങി, പിന്നെ പിണ്ടവും ഉദകവും ഒക്കെ സമർപ്പിക്കുക, അതെല്ലാം ശാസ്ത്രവിധിപ്രകാരം ധാരാളം ആളുകൾ ചെയ്ത് പരിചയിച്ച് എവർക്കും അറിയുന്നതാണ്. അതെല്ലാം നീ ചെയ്യുക. എന്തുകൊണ്ടെന്നാൽ ഈ സത്യവാന് ഈ ശരീരം വിട്ടു പോയതിന് ശേഷം ഉയർന്ന മണ്ഡലങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടുന്ന ശക്തി അങ്ങനെ ചെയ്യുന്നതായ മരണാനന്തര ക്രിയകൾ കൊണ്ട് ലഭിക്കും. അതെല്ലാം നീ ചെയ്തു കൊള്ളുക. അതിന് കാലം വൈകിച്ചു കളയരുത്.